നമുക്ക് ഒരുമിച്ച് കാണാട്ടോ മുടി വെട്ടിയിട്ട് എങ്ങനെ ഉണ്ടെന്ന്. ഓ ഫസ്റ്റ് നമ്മൾ ചെയ്ത് ആ ഒരു ഹെഡ് വാഷ് ചെയ്തില്ലേ അതേ കണ്ടീഷനിലിട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. ഇന്ന് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ്റെ റിസൾട്ടായിട്ട് വന്നിട്ട് കേട്ടോ. എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് 2 വർഷവും 1 മാസമായിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 2 വർഷമായല്ലോ. 2 വർഷത്തിൽ കാര്യമായിട്ടുള്ള കൊഴിച്ചിലോ കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ കുളിക്കുമ്പോൾ സമയത്ത് ചെറുതായിട്ട് പോരുന്നുണ്ട്. പിന്നെ GFC ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് പോരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കൊഴിച്ചിലും കാര്യങ്ങളില്ല. ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ ക്രൗൺ ഏരിയ വളരെ കമ്മിയാണ്. അന്ന് അതിലേറെ കുറവ് ഫ്രണ്ടിലായതുകൊണ്ട് ഫ്രണ്ട് എങ്ങനെയും ഫില്ലാക്കാന്നുള്ള മൈൻഡാണ് ഉണ്ടായിരുന്നത്. അത് ഫില്ലായി വൃത്തിയായി വന്നപ്പോഴാണ് ക്രൗൺ ഏരിയ പറ്റ കുറവുള്ളൊരു ഫീൽ എനിക്ക് വന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് ഫീൽ ചെയ്യണുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ബാക്കിലെ ഡോണറേയൊക്കെ നോക്കുകയാണെങ്കിൽ അതേപോലെ ഫില്ലായിട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ കഴുത്തിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ അതൊക്കെയാണ് നമുക്ക് ഡോണറേറ്റ് എടുത്തിന്. അവിടെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. എടുത്ത് നോക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ഡോട്ടുകൾ ഇങ്ങനെ കാണാം. അല്ലാതെ നമുക്ക് സാധാരണ നോക്കുന്ന സമയത്ത് ഒന്നും വിസിബിൾ അല്ല. പിന്നെ ഫ്രണ്ട് ഹെയർ ലൈൻ നോക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു രീതിയിലാണ് ഹെയർ ലൈന് കാര്യങ്ങളൊക്കെ ഉള്ളത്. തിക്നെസ് 4000 വെച്ചതിൽ 4000 വന്ന ആ ഒരു ഫീൽ തന്നെയാണുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുടി ഫില്ലായി വന്നാണ്. ഞാൻ റിസൾട്ട് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഹെയർ ലൈന് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇതുപോലെയാണുള്ളത്. ഒരു സിഗ്സാഗ് ലൈനിൽ വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ മനസ്സിലാവില്ല. എന്ന് വെച്ചിട്ട് ഇതിനെപ്പറ്റി പഠിച്ചൊരാൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അല്ലാത്ത സാധാരണ ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ അറിയുന്നില്ല ട്രാൻസ്പ്ലാന്റേഷൻ ആണെന്ന്. പിന്നെ അതുപോലെ തന്നെ മുകളൊക്കെ തന്നെ അത്യാവശ്യം ഫില്ലുണ്ട്. ബാക്ക് പോർഷൻ കണ്ടില്ല നിങ്ങൾ, ബാക്ക് ഇങ്ങനെ നമ്മൾ മേലേക്ക് നോക്കുമ്പോഴേക്കൊന്നും ആ ഒരു കുത്തുകളും ഡോട്ടുകളും ഒന്നും കാണുന്നില്ല. നമ്മൾ പറ്റ ട്രിം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാണുള്ളൂ. അല്ലാത്ത രീതിയിൽ ഇതൊന്നും കാണില്ല. പിന്നെ സൈഡിൽ ഞാൻ മുടി എടുത്തിന്, അവിടെയൊക്കെ അതേപോലെ തന്നെ കുറച്ചപ്പോൾ മുടി നീളമുള്ളതുകൊണ്ട്. റിസൾട്ടിന് ശേഷം ഞാൻ പറഞ്ഞൊരു കാര്യമാണ് എല്ലാവരും മുടി പറ്റ മുട്ട അടിച്ചിട്ട് കാണിച്ചു തരുന്നുള്ളത്. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോവാണ്. പറ്റ മുട്ട അടിക്കുന്നില്ല, പക്ഷെ നമ്മൾ ട്രിം ചെയ്യും. മുട്ട അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞേ മുട്ട അടിക്കുന്ന അത്ര നന്നാവില്ല. കാരണം നമ്മളെ മുടി ഇങ്ങനെ ചെറിയ ചെറിയ മുടികൾ ഇങ്ങനെ ഡെഡ് ആവാൻ പോകുന്ന മുടികൾ നമ്മൾ മുട്ട അടിച്ച് ചിലപ്പോൾ പിന്നെ വളർന്ന് വന്നിട്ടില്ലെങ്കിലോ. അപ്പോൾ ഞാൻ പറ്റ 0യിൽ ട്രിം ചെയ്തിട്ട് കാണിച്ചു തരാൻ എങ്ങനെയാണ് നമ്മളെ മുടി ഉള്ളത് എന്നുള്ളത്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത പോർഷൻ അതുപോലെ തന്നെ ഡോണർ ഏരിയ ആയിട്ട് എടുത്ത പോർഷനൊക്കെ എത്രത്തോളം വിസിബിൾ ആവുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് വരട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ ഈ മാസത്തെ റിസൾട്ടിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഡ്രിം ചെയ്ത മുടിയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, 3ലിട്ടിട്ടൊന്ന് ഡ്രിം ചെയ്ത് നോക്കുക. അപ്പോൾ അറിയാം നമുക്ക് ഇവിടെ വിസിബിൾ ആവുന്നുണ്ടോ. അതേപോലെ തന്നെ ഫ്രണ്ടിൽ എത്ര മുടി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് എൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ സാധാരണ നമ്മളെ മുടിയൊക്കെ ഉണ്ടാവുക ഇങ്ങനെ നേരെ ഉണ്ടാവുക. നമ്മൾ ട്രാൻസ്ഫാഷൻ ചെയ്തുകൊണ്ട് തന്നെ കുത്തി ഇറക്കുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ മുടി നിൽക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ 3ലിട്ടത് കട്ട് ചെയ്യുമ്പോൾ അറിയാം എന്താണെന്ന്. അപ്പോൾ അത് 3ലിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഒരുമിച്ച് കാണാട്ടോ മുടി വെട്ടിയിട്ട് എങ്ങനെ ഉണ്ടെന്ന്. ഓ ഫസ്റ്റ് നമ്മൾ ചെയ്ത് ആ ഒരു ഹെഡ് വാഷ് ചെയ്തില്ലേ അതേ കണ്ടീഷനിലിട്ടോ. ഹെഡ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതേപോലെ ഉണ്ട്. സത്യം പറയാലോ അതേമാതിരി മുടിയുണ്ട്. ഇപ്പോൾ വെച്ചത് അറിയുന്നുണ്ടല്ലേ. ഇവിടെയൊക്കെ ഇങ്ങനെ ഇവിടെ ഫില്ലിങ് കുറവാണ്. ഇവിടെ കുറച്ച് ഫില്ലിങ് ഉണ്ട്. പിന്നെ ബാക്ക് പോർഷനൊക്കെ നോക്കട്ടോ. ബാക്ക് നോക്കിയപ്പോൾ ബാക്ക് ഉണ്ടല്ലോ അങ്ങനെ ഇത് അറിയണമൊന്നുമില്ല. എന്താ വെച്ചാൽ ഒരു ഗ്യാപ്പ് ഇങ്ങനെ ഉണ്ടോ. പക്ഷേ ഒരു ചിലർക്ക് ഇങ്ങനെ ലൈൻ ഉണ്ടല്ലോ. നമ്മൾ ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു അടയാളം ഉണ്ടായിരുന്നു. ആ അടയാളമൊന്നും കാണില്ല. മൊത്തമായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പുള്ള ഫീലുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. സംഭവം സെറ്റാട്ടോ. അത് നല്ല ബോറുണ്ടാവും കരുതി ഇത് കാണുമ്പോൾ. അപ്പോൾ നമ്മൾ ഡ്രിം ചെയ്ത വീഡിയോസ് കണ്ടില്ലേ, ഇതാണ് അവസ്ഥ ഡ്രിം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളത്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിനെ പറ്റി? ഏതായാലും ഇനി അടുത്ത വീഡിയോ കാണട്ടോ. അതുവരേക്കും ബൈ ബൈ.